സെപ്റ്റംബർ 28 വിശുദ്ധ വെഞ്ചസ്ലാസ് രാജാവ് രക്തസാക്ഷി. 907 മുതൽ 935 വരെ കാലഘട്ടം. ബൊഹീമിയയിലെ നാടുവാഴിയായിരുന്ന വ്രാത്തിസ്ലാവൂസ് ഒന്നാമൻ്റെ മകനാണ് വെഞ്ചസ്ലാസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ഡ്രഹോമീറ ദുശ്ചരിതയായ ഒരു വിജാതീയ സ്ത്രീയും. അവൾക്ക് 2 മക്കളുണ്ടായി, വെഞ്ചസ്ലാസ്, ബൊലേസ്ലാസ്. മൂത്തയാളെ വളർത്തുന്ന ചുമതല പ്രേഗിൽ താമസിച്ചിരുന്ന വല്യമ്മച്ചി ലുഡ്മില്ല ഏറ്റെടുത്തു. ആ വൃദ്ധ കുട്ടിയെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ശാസ്ത്രീയ വിജ്ഞാനവും പൗത്രന് നൽകി. വെഞ്ചസ്ലാസിൻ്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. അമ്മ ഡ്രഹോമീറ റീജൻ്റായി ഭരണമേറ്റെടുത്തു. ക്രൈസ്തവ ദൈവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമായരോ കുട്ടികളെ പഠിപ്പിച്ചുകൂടെന്നും റീജൻ്റ് കൽപ്പന കൊടുത്തു. ബൊഹീമിയയുടെ നാശം കണ്ടിട്ട് പരിതപ്തയായ ലുഡ്മില്ല വെഞ്ചസ്ലാസിനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. യുവരാജാവ് അത് സമ്മതിച്ചു. ജനത സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ കലഹമുണ്ടാകാതിരിക്കാൻ രാജ്യം 2ആയി ഭാഗിച്ചു. വലിയ ഒരു ഭാഗം ബൊലേസ്ലാസിന് മാറ്റിവെച്ചു. ആ ഭാഗം ഇന്നും ബൊലേസ്ലാവിയ എന്നാണ് അറിയപ്പെടുന്നത്. ഡ്രഹോമീറ കുബതയായി ബൊലേസ്ലാസിനെ ക്രിസ്തുമത വിരോധിയും വിഗ്രഹാരാധപ്രിയനുമായി വളർത്തി. വെഞ്ചസ്ലാസ് നീതിക്കും സമാധാനത്തിനും വേണ്ടി അധ്വാനിച്ചു. ഭരണകാര്യങ്ങൾ പകൽ സമയത്ത് വേണ്ട പോലെ നിർവഹിച്ച ശേഷം രാത്രിയുടെ വലിയ ഒരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പും മുന്തിരിയും കൃഷി ചെയ്ത് ഫലങ്ങൾ ശേഖരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും സ്വയം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. രാജ്യഭരണത്തേക്കാൾ അദ്ദേഹത്തിനിഷ്ടം സന്യാസമായിരുന്നു. ജനങ്ങളുടെ വിശ്വാസത്തിന് ഹാനികരമാവാതിരിക്കാൻ വേണ്ടി രാജ്യഭരണം നടത്തിയിരുന്നുവെന്ന് മാത്രം. ക്രിസ്തുമതത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ലുഡ്മില്ലായിൽ നിന്നാണ് ഉളവാകുന്നതെന്ന് മനസ്സിലാക്കി ഡ്രഹോമീറ ആ വൃദ്ധയെ വധിക്കുവാൻ ഉദ്യമിച്ചു. അതിനായി ഘാതകനെ ഒരുക്കി. ഘാതകൻ രാജ്ഞിയുടെ കപ്പളയിൽ വെച്ച് ശിരോവസ്ത്രം കഴുത്തിൽ ചുറ്റി ശ്വാസമുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. തൻ്റെ അമ്മയാണ് വല്യമ്മച്ചിയെ കൊല്ലിച്ചതെന്ന വസ്തുത വെഞ്ചസ്ലാസിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ച് വിശുദ്ധ വിത്തൂസിൻ്റെ കരം അതിൽ സ്ഥാപിച്ചു. വെഞ്ചസ്ലാസിൻ്റെ നീതിനിഷ്ഠമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്ത പ്രഭുക്കന്മാർ ബൊലേസ്ലാസിൻ്റെ പക്ഷത്ത് ചേർന്നു. ബൊലേസ്ലാസിൻ്റെ പ്രഥമ ശിശുവിൻ്റെ ജനനം ആഘോഷിക്കുവാൻ വെഞ്ചസ്ലാസ് രാജാവ് അനുജൻ്റെ വീട്ടിൽ ചെന്നു. പതിവ് പോലെ രാജാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രഹോമീറയുടെ പ്രേരണയനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 935 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഈ സോദരവധം നടമാടിയത്. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അമ്മയും മകനും കൂടി നടത്തിയ ഉപജാപമായതുകൊണ്ട് വെഞ്ചസ്ലാസിൻ്റെ വധം രക്തസാക്ഷിത്വമായി മാറി. വിശുദ്ധൻ ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹീമിയയുടെ മധ്യസ്ഥനാണ്. വചനം 1 തിമോത്തിയോസ് 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിചിന്തനം. ക്രൈസ്തവ സംസ്കാരമില്ലാത്ത മനുഷ്യപ്രകൃതിയുടെ ഗതി വെഞ്ചസ്ലാസ് രാജാവിൻ്റെ കുടുംബചരിത്രം വിശദമാക്കുന്നു. നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തിന് നാം എന്തുമാത്രം കൃതജ്ഞരായിരിക്കണമെന്ന് കാണുക. രാഷ്ട്രീയത്തിൻ്റെ വക്രഗതിയും ഈ ചരിത്രത്തിൽ ദൃശ്യമാണ്.